ഒന്ന്, പാർലമെന്റ് നിയമസഭകളും പാസാക്കുന്ന നിയമം. രണ്ടാമത്, ആ നിയമത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എടുക്കുന്ന തീരുമാനങ്ങൾ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും തീരുമാനം, അതായത് ജഡ്ജിമെന്റിനെ നമ്മൾ ജഡ്ജ് മെയ്ഡ് ലോ എന്നാണ് വിളിക്കുന്നത്. ആ വിൽഫ്രഡ് എന്ന് പറയുന്നയാൾ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ സൗകര്യമാണ്. ഓഫ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ കേസ് നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നോക്കൂ, പുസ്തകമുള്ളവർ ഈ പുസ്തകമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 41ാമത്തെ പേജ് നോക്കാം. കേസ് നിയമങ്ങൾ 26/1/2016 ശേഷം ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു കുറ്റം അതായത് 10 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും ആ കുറ്റം ഒരു പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗത്തിനെതിരെയും കുറ്റക്കാരനായ വ്യക്തി ആക്രമിക്കപ്പെട്ടാൽ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന അറിവുണ്ടാകണമെങ്കിൽ കുറ്റപത്രം വകുപ്പ് 325 കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അവിടെ പറഞ്ഞത് എന്താണ്? 26/1/2016 ശേഷം 10 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റപത്രത്തോടൊപ്പം 325 ഉപയോഗിക്കാവുന്നതാണ്. 325 എന്ന് പറഞ്ഞാൽ എന്താണ്? 325 എന്ന് പറഞ്ഞാൽ പട്ടികജാതി വർഗം എന്നാണ് എന്നറിഞ്ഞുകൊണ്ട്, പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന ആളാണ് എന്നറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ജീവപര്യന്തം ശിക്ഷ കിട്ടും. അപ്പോൾ നമ്മളൊരു പട്ടികജാതിക്കാരനാണ് അല്ലെങ്കിൽ പട്ടികവർഗക്കാരനാണ്, പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ എതിരെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്. ആ കുറ്റത്തിന് വകുപ്പ് എഴുതിയപ്പോഴേക്കും IPCയിൽ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ അദ്ദേഹത്തിന് 10 വർഷത്തിൽ കൂടുതൽ കിട്ടുന്ന ഒരു ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ അത് പട്ടികജാതി വർഗത്തിനെതിരെ ചെയ്താൽ അത് 10 വർഷമോ അതിൽ കൂടുതലോ എന്ന് പറയുന്നതോടൊപ്പം ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമായി പരിഗണിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലർ പറയും SC/ST ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് പറയും. SC/ST ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയും. പക്ഷേ SC/ST ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ ഒഫൻസ് കൂടുമെന്ന് മാത്രമല്ല ശിക്ഷയുടെ കാലാവധിയും കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് നിയമം ഇതാണ്. അത് ഏത് കേസിലാണ് പറഞ്ഞത്? അഷറഫ് വേഴ്സസ് ഉത്തർപ്രദേശ് സംസ്ഥാനം 2017. ഇപ്പോൾ 2017 അഷറഫ് വേഴ്സസ് ഉത്തർപ്രദേശ് സംസ്ഥാനം എന്ന കേസിലാണ് ഇങ്ങനെയൊരു നിയമം നിലവിൽ വന്നത്. അത് 26/1/2016 ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്താൽ അതോടൊപ്പം 325 എന്ന വകുപ്പുകൾ ചേർക്കാവുന്നതാണ്. അടുത്തത് പട്ടികജാതി വർഗ അതിക്രമം തടയൽ ഭേദഗതി നിയമം 2015 ശേഷം. അപ്പോൾ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം വന്നത് 1989 89 വന്ന നിയമത്തിന് ഭേദഗതി വന്നത് 2016 ആ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. 2016 എന്തുകൊണ്ട് ഭേദഗതി വന്നു? അങ്ങനെ ഭേദഗതി വന്നതിന് ശേഷം കുറ്റാരോപിതന്റെ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആൾക്കെതിരെയാണെന്നും കുറ്റം ചെയ്ത് എന്ന കേവല അറിവ് തന്നെ പട്ടികജാതി വർഗ അതിക്രമ തടയൽ ഭേദഗതി നിയമത്തിലെ
3(2)(5) പ്രകാരം കുറ്റപത്രം വീട്ടിൽ എത്തിക്കാവുന്ന വിധം കുറ്റം ചാർത്തപ്പെടുന്നതിനാൽ ഉറപ്പാക്കേണ്ടതാണ്. ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല, ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇര പട്ടികജാതി വർഗ വിഭാഗത്തിൽ പെടുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കുറ്റം ചെയ്തതെങ്കിൽ SC/ST ആക്ട് ചേർക്കാമെന്ന് മാത്രവുമല്ല, അത് 10 വർഷത്തിൽ കൂടുതൽ ആണെങ്കിൽ 3(2)(5) പ്രകാരം കുറ്റം ചാർത്താവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കേസിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഉദ്ദേശം ഒരു 5 കിലോമീറ്റർ ചേരാനല്ലൂർ എന്ന് പറയും. ചേരാനല്ലൂരിലൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരാൾ എന്ന് പറഞ്ഞാൽ പട്ടികജാതി വർഗത്തിൽ പെടുന്ന ഒരാൾ ഒരു കടയിൽ ജോലി ചെയ്യുന്നു, ഹോട്ടൽ. അവിടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വരുന്നു. അയാൾ മലയാളിയല്ല. അയാളും നമ്മുടെ കക്ഷിയുമായി തർക്കമുണ്ടാകുന്നു. തർക്കം മൂത്ത് അടിയാകുന്നു. അടിയായപ്പോൾ നമ്മുടെ കക്ഷി ഇറങ്ങി ഓടുന്നു. മറ്റേയാൾ പുറകെ ചെല്ലുന്നു. ഒരു കത്തി ഉപയോഗിച്ച് അയാളെ വെട്ടുന്നു. ആശുപത്രിയിലായി. അറ്റംപ്റ്റ് മർഡർ കേസെടുത്തു. IPC ആണ് ഉപയോഗിച്ചത്. IPC പ്രകാരമാണ് കേസെടുത്ത്. SC/ST ആക്ട് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ അവർ യൂട്യൂബിൽ കണ്ടിട്ട് എന്നോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. ജാതി അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്താൽ മാത്രമേ SC/ST ആക്ട് ചേർക്കാൻ പറ്റൂ. ഇല്ല, നമ്മൾ CMB കൊടുത്താൽ, CMB എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പോലീസുകാർ വകുപ്പ് ചേർത്തില്ലെങ്കിൽ വകുപ്പ് കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന കേസിൻ്റെ പേരാണ് CMB, ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ CMB കൊടുത്താൽ ചിലപ്പോൾ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിലനിൽക്കും. നിലനിന്നാൽ അറ്റംപ്റ്റ് മർഡർ അല്ലേ, ഉദ്ദേശം 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, കേസ് തള്ളിപ്പോയാൽ നമ്മൾ കേസിന് ചിലവാക്കുന്ന പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ പ്രമോഷൻ കിട്ടി വന്ന ജഡ്ജിയാണ് അന്ന് കേസ് കേൾക്കുന്നത്. അദ്ദേഹം എന്തായാലും വളരെ ലിബറലായിട്ട് അതിനെ കൈകാര്യം ചെയ്തു. SC/ST ആക്ട് പ്രകാരം അദ്ദേഹം കേസെടുത്തു. അതുകൊണ്ട് കേസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പൈസ അവർക്ക് കിട്ടി, കോമ്പൻസേഷൻ കിട്ടി. ചിലപ്പോൾ ഇനി ഒന്നും അല്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വകുപ്പ് ചേർത്തതാണോ എന്നും അറിയില്ല. ജഡ്ജിമാരും പല രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ എതിർഭാഗം വക്കീലിന് ഇദ്ദേഹം മലയാളിയല്ലെന്നും ആ പ്രദേശത്തെ ആളല്ലെന്നും അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുൻ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ പട്ടികജാതിക്കാരനാണെന്ന് അറിയില്ല എന്നൊക്കെ തെളിവ് വെച്ച് വാദിക്കാൻ പറ്റിയാൽ SC/ST ആക്ട് തള്ളിയെന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. പട്ടികജാതി വർഗത്തിൽ പെടുന്നയാളാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്തു എന്ന് നമുക്ക് 3(2)(5) പ്രകാരം പറയണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്നറിയാമോ? എതിർകക്ഷിക്ക് ഇര പട്ടികജാതി വർഗത്തിൽ പെടുന്നയാളാണെന്ന് മുമ്പേ അറിയാമായിരുന്നു എന്ന ഒരു സെൻറ്റൻസും കൂടി എന്ത് ചെയ്യണം, അതിലെഴുതി അങ്ങ് ചേർക്കണം. അപ്പോൾ പ്രശ്നം അങ്ങ് തീർന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പട്ടികജാതി വർഗ അതിക്രമം തടയൽ ഭേദഗതി നിയമം 2015 ശേഷം കുറ്റാരോപിതൻ്റെ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളാണെന്നോ കുറ്റം ചെയ്തത് എന്ന കേവല അറിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ SC/ST ആക്ടിലെ 3(2)(5) ചേർക്കാവുന്നതാണ്. അടുത്തത്, ഒരു കുറ്റകൃത്യം, അടുത്ത കേസ് നിയമമാണ് കേട്ടോ. ഒരു കുറ്റകൃത്യം വ്യക്തിക്കെതിരെയായിട്ട്
ഒരു കുറ്റകൃത്യം വ്യക്തിക്കെതിരെയായിട്ട് അയാൾ പട്ടികജാതി വർഗ അംഗമായതുകൊണ്ട് എന്ന കാരണത്താൽ സംഭവിക്കേണ്ടിയിരുന്നതും പട്ടികജാതി വർഗമായതുകൊണ്ട് മാത്രം കുറ്റത്തിനിരയായി എന്നാൽ അടിസ്ഥാനപരമായി തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ശിക്ഷ ശരിവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? SC/ST ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ തെളിയിക്കേണ്ടത് എന്താണ്? ഇത് ജാതീയപരമായ പീഡനത്തിൻ്റെ ഭാഗമാണ്. ഇര പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് അല്ലെങ്കിൽ പട്ടികവർഗക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെയൊരു കുറ്റം ഇരയ്ക്കെതിരെ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കോടതിയിൽ സ്ഥാപിച്ചെടുത്തില്ലെങ്കിൽ ശിക്ഷ SC/ST ആക്ട് പ്രകാരമുള്ള ശിക്ഷ ശരിവെക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജില്ലാ കോടതി ശിക്ഷിച്ചേക്കാം. SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തത്, ഇര പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് അത്തരത്തിലൊരു കുറ്റം ചെയ്യപ്പെട്ടത് എന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ല. അതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് പരാതി എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കണം. എന്താണ് 2 ഇൻഗ്രീഡിയൻ്റ്? 1, പരാതിക്കാരൻ പട്ടികജാതി വർഗത്തിൽ പെടുന്നയാളാണ്. 1. 2, പരാതിക്കാരൻ പട്ടികജാതി വർഗത്തിൽ പെടുന്നയാളാണെന്നറിഞ്ഞുകൊണ്ടാണ് എതിർകക്ഷി ഈ കുറ്റം ചെയ്തത്. അതിനുവേണ്ടി കൊണ്ട് ആണ് കുറ്റം ചെയ്തത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ പരാതിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കണം. ഉദാഹരണം, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കേസ് നിൽക്കത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ 2019 ഖുർമാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ പ്രധാനമുള്ളതാണ്. ആ വാചകം SC/ST ആക്ട് പ്രകാരം കേസ് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, പട്ടികജാതിക്കാരനാണ് തെളിയിക്കണം. 2, പട്ടികജാതിക്കാരനാണ് എന്ന കാരണത്താലാണ് ഇങ്ങനെയൊരു കുറ്റം എനിക്കെതിരെ ചെയ്തിട്ടുള്ളത് എന്ന് തെളിയിക്കണം. ഇല്ലെങ്കിൽ കുറ്റം നിലനിൽക്കില്ലേ എന്ന് ചോദിച്ചാൽ SC/ST ആക്ട് പ്രകാരം നിലനിൽക്കത്തില്ല, IPC പ്രകാരമേ നിലനിൽക്കൂ, ഭാരതീയ ന്യായ സംഹിത പ്രകാരമേ നിലനിൽക്കൂ. പറഞ്ഞ മനസ്സിലായോ? അടുത്തത് കേസ് നിയമം. പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമത്തിലെ ഒരു ന്യായ വിചാരണ ചെയ്യേണ്ട കുറ്റത്തിന് മജിസ്ട്രേറ്റ് കേസെടുത്തു. SC/ST ആക്ട് പ്രകാരം വിചാരണ നേരിടേണ്ട ഒരു കുറ്റം മജിസ്ട്രേറ്റ് എടുത്തു. 1989 നിയമത്തിന് കീഴിൽ ന്യായവിചാരണ ചെയ്യേണ്ട കുറ്റം 1989 നിയമത്തിന് കീഴിലുള്ളത് പ്രത്യേക കോടതികൾക്കാണ്. എന്നാൽ മജിസ്ട്രേറ്റിന് അധികാരമില്ലാത്തതാണ്. പ്രത്യേക കോടതികൾ വിചാരണ നടപടികൾക്കായുള്ള കുറ്റത്തിനെതിരെ മജിസ്ട്രേറ്റിന് അധികാരമില്ലാത്തതാണ്. പ്രത്യേക കോടതികൾ വകുപ്പ് 14(2) അനുബന്ധ പ്രകാരം ഏതെങ്കിലും കുറ്റം വിചാരണ ചെയ്യൽ നടപടികൾ നേരിട്ടെടുക്കുന്നതിനുള്ള അധികാരങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് കുറ്റവിചാരണ ചെയ്തത് എന്ത് ചെയ്യപ്പെട്ടു? റദ്ദാക്കപ്പെട്ടു. എങ്ങനെയുണ്ട്? പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൻ്റെ 14 പ്രകാരം സ്പെഷ്യൽ കോടതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ കോടതികളാണ് പട്ടികജാതി വർഗ വിഭാഗത്തിൻ്റെ കേസുകൾ വിചാരണ ചെയ്യേണ്ടത്. പരാതി കൊടുത്തയാൾക്ക് അറിയാമോ? അറിയത്തില്ല. പക്ഷേ വിചാരണയ്ക്ക് മജിസ്ട്രേറ്റ് കോടതിയാണ് വിചാരണ ശേഖരിച്ചത്. വിചാരണ റദ്ദ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേസില്ലാതെ പോയി എന്നല്ല. വിചാരണ റദ്ദ് ചെയ്യപ്പെട്ടാൽ ആ വിചാരണ എന്ത് ചെയ്യാം? സ്പെഷ്യൽ കോടതിയിലേക്ക് മാറ്റി വിചാരണ ചെയ്യാം. കാരണം ശരിയായ നിയമപ്രകാരമല്ലല്ലോ കേസ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്പെഷ്യൽ കോടതിയാണ് കേസ് കേൾക്കേണ്ടത് എന്ന മിനിമം ജ്ഞാനമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അത്രയും നമ്മൾ അവിടെ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് റദ്ദാക്കപ്പെട്ടു എന്നിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, പ്രഥമ വിവര റിപ്പോർട്ടിലെ ആക്ഷേപമുണ്ടെങ്കിൽ അവസാന റിപ്പോർട്ട് സംഭവമുണ്ടായത് ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റിൽ വെച്ചും അതും ഒരു പൊതു ഇടവും പൊതുജനത്തിന് കാണാവുന്ന സ്ഥലമാണെന്നും പറയുന്നത് അതിശയോക്തിപരമായ കാര്യമായതുകൊണ്ട് അവിടെ SC/ST ആക്ട് പ്രകാരത്തിൽ പറഞ്ഞ ആ കുറ്റം പൊതുസ്ഥലത്ത് വെച്ച് അധിക്ഷേപിച്ചു എന്നതായിരിക്കും കുറ്റം ചാർത്തിയത്.
അപ്പോൾ വിമാനത്തിൻ്റെ കോക്പിറ്റ് ഒരു പൊതു ഇടമല്ല. പൊതുജനത്തിന് കടന്നു ചെന്നുന്നോ പൊതുജനത്തിന് കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് പൊതു ഇടം എന്ന പ്രയോഗം അവിടെ നിലനിൽക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി വിചാരിച്ച് ചെയ്തത് കുറ്റമല്ലാതല്ല. പൊതു ഇടത്തിൽ വെച്ച് അധിക്ഷേപിച്ചു എന്ന കുറ്റം നിലനിൽക്കത്തില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, അടുത്തത്. ഇപ്പോൾ ഈ കോക്പിറ്റ് പൊതുമിടമാണോ എന്നൊരു ചർച്ച വരുന്നതാണെങ്കിൽ കോക്പിറ്റ് പൊതുമിടമല്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത്. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൻ്റെ സെക്ഷൻ 3 വിവരിക്കുന്ന പട്ടികജാതി വർഗ നിയമത്തിലെ കുറ്റങ്ങൾ വിവരിക്കുന്നത് പട്ടികജാതി വർഗ അംഗത്തെ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കുന്നതിനും അവരെ അന്തസ്സോടെ ജീവിക്കുന്നതിൽ നിന്നും സ്വാഭിമാനത്തിൽ നിന്നും തടയുന്ന തരത്തിലുമാണ്. ഈ കുറ്റകൃത്യങ്ങൾ ഒരു പ്രത്യേക തരക്കാരെ രൂപീകരിക്കുന്നതിനും അതിലെ കുറ്റങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിലെ കുറ്റങ്ങളുമായി താരതമ്യം ചെയ്യാവുന്നതല്ല എന്ന് മഞ്ജു ദേവി വേഴ്സസ് ഓംകാർ സിംഗ് അലുവാലിയ എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ SC/ST ആക്ട് പ്രകാരം ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം IPC പ്രകാരവും കുറ്റമാണ്. പക്ഷേ എന്തുകൊണ്ട് SC/ST ആക്ട്, എന്തുകൊണ്ടാണ് SC/ST ആക്ട് ആവശ്യമുള്ളത് എന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കുറ്റ ആരോപിതനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്ന കുറ്റ ആരോപിതനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നതാണ്. പിന്നെന്താ പറഞ്ഞേ? വകുപ്പ് 3 വിവരിക്കുന്ന പട്ടികജാതി വർഗ നിയമത്തിലെ കുറ്റങ്ങൾ വിവരിക്കുന്നത് പട്ടികജാതി വർഗ അംഗങ്ങളെ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കുന്നതിനും പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗങ്ങളെ ചെറുതാക്കി കാണിക്കുന്നതിനാണ്. അവരെ അന്തസ്സോടെ ജീവിക്കുന്നതിൽ നിന്നും സ്വാഭിമാനത്തിൽ നിന്നും തടയുന്നതിന് വേണ്ടിയാണ് മറ്റ് ജനങ്ങൾ ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ അത് SC/ST ആക്ടിൽ തന്നെ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ലോ വന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ കേസ് മഞ്ജു ദേവി കേസാണ് കേട്ടോ. സ്പെഷ്യൽ ലോയുടെ ആവശ്യകത എന്താ? അടുത്ത മുൻകൂർ ജാമ്യം. ഇപ്പോൾ ബഹുഭൂരിപക്ഷം കേസുകളിലും ഈ മുൻകൂർ ജാമ്യം കൊടുക്കാറില്ല. അത് ഈ സംഭവത്തിന് ശേഷമാണ്. കുറ്റാരോപിതനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നിരിക്കെ മുൻകൂർ ജാമ്യം കുറ്റാരോപിതനെതിരെ അനുവദിക്കുന്നതിന്, അതും പട്ടികവർഗ അതിക്രമം തടയൽ 1989 വകുപ്പ് 18 പറയുന്ന നിരോധനം കടത്തിലെടുക്കുമ്പോൾ വ്യക്തമായ നിരോധനമുണ്ട്. ഓക്കെ, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം 3(1) പ്രകാരം ഏതെങ്കിലും കേസ് ചാർജ് ചെയ്താൽ, 3(2) പ്രകാരവും കേസ് ചാർജ് ചെയ്താൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറയും അത് ഡിസ്ക്രിപ്ഷനാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 മുമ്പും രഞ്ജൻ ഗൊഗോയുടെ വിധിന്യായത്തിന് മുമ്പും എന്തില്ല? മുൻകൂർ ജാമ്യമില്ല. 2016 ശേഷം കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാറില്ല. ഈ മുൻകൂർ ജാമ്യം കൊടുക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ജയിലിൽ പോയി കിടക്കണം. ശരിയാണല്ലോ. അപ്പം ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് മിനിമം 15 ദിവസത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. കാരണം 15-ാം ദിവസമാണ് കോടതി ഹാജരാകുന്നത്. അപ്പോൾ SC/ST ആക്ട് പ്രകാരം ഒരു കേസെടുത്താൽ റിമാൻഡ് ഉറപ്പാണ്. അതുകൊണ്ട് കേസെടുക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയി ആലോചിക്കും. ഈ വകുപ്പ് ചേർക്കാൻ പറ്റുമോ, ആ വകുപ്പ് ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള പരാതി, അതിന് പറ്റുന്ന രീതിയിലുള്ള മൊഴി ആര് കൊടുക്കണം? ഇര കൊടുക്കണം, അല്ലെങ്കിൽ ഇരയെ കൊണ്ടുപോകുന്ന ആൾ കൊടുക്കണം. അടുത്തത്, അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 18 മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള SC/ST ആക്ട് പ്രകാരമുള്ള വകുപ്പ്. സെക്ഷൻ 18. സംസ്ഥാന സർക്കാരിന് മേൽച്ചട്ടം 7 നിന്നും ഒഴിവുകൾ നൽകുവാൻ അധികാരമുള്ളതും
അന്വേഷണം നടത്തപ്പെടാതിരുന്നാൽ അതും പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടത്. അതിന് താഴെയുള്ള റാങ്കുള്ള അന്വേഷണം അനുവദിച്ചു. അതിന് എന്തുണ്ട്? അത് അധികാരം നൽകാൻ സർക്കാരിന് അത് അവകാശമുണ്ട്. അപ്പം DYSP ആണ് SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടത്. DYSPക്ക് ഔദ്യോഗികമായ തിരക്കുകൾ കൂടുതലാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മറ്റു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എൻട്രസ്റ്റ് ചെയ്യാം. അന്വേഷണം നടത്തി DYSPക്ക് വേണ്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യാം. ആ റിപ്പോർട്ടിൻ്റെ താഴെ DYSP ബഹുഭൂരിപക്ഷവും എന്ത് ചെയ്ത് കൊടുക്കും? ഒപ്പിട്ട് DYSP അന്വേഷിച്ചതായി കൊടുക്കും. അത് നിയമത്തിൽ സർക്കാരിന് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. നോട്ടീസ് നൽകിയതിന് ശേഷം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ തസ്തികയിൽ താഴെയുള്ളൊരു പോലീസ് ഓഫീസറാൽ നടത്തപ്പെടുന്ന അന്വേഷണം ദുർബലപ്പെടുത്താവുന്നതല്ല. അപ്പോൾ ചിലർ പറയും, ചില എതിർഭാഗം വക്കീലന്മാർ കേസ് നിലനിൽക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. DYSP അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമത്തിൽ. അന്വേഷിച്ചത് DYSP അല്ല, അതുകൊണ്ട് FIR റദ്ദാക്കണം. അല്ലെങ്കിൽ 173 റിപ്പോർട്ട് റദ്ദാക്കണം, ഫൈനൽ റിപ്പോർട്ട് റദ്ദാക്കണം, കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വാദഗതികൾ വരും. അങ്ങനെ വാദഗതികൾ വരുമ്പോൾ കോടതി എടുക്കുന്നൊരു നിലപാടാണിത്. നോട്ടീസ് നൽകിയതിന് ശേഷം ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ തസ്തികയിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും കേസ് എന്ത് ചെയ്യാണ്? നിലനിൽക്കുന്നതാണ്. കേസ് ദുർബലപ്പെടുത്താൻ കഴിയില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. നോട്ടീസ് നൽകിയതിന് ശേഷം DYSP റാങ്കിൽ കുറഞ്ഞ ഒരാളാണ് കേസ് അന്വേഷിച്ചതെങ്കിൽ എന്ത് നിലനിൽക്കും? കേസ് നിലനിൽക്കും, ദുർബലപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, DYSP അല്ല സാർ അന്വേഷിച്ചത്, അതുകൊണ്ട് DYSP തന്നെ അന്വേഷിക്കണം. DYSPയുടെ അംഗീകാരത്തോടു കൂടി അനുവാദത്തോടി മറ്റൊരാൾക്ക് അന്വേഷിച്ചാലും എന്ത് ചെയ്യും? അത് നിലനിൽക്കും. വേണിച്ചേട്ടാ അത് മ്യൂട്ട് ചെയ്ത് മൈക്ക്, ശബ്ദം വരും. അടുത്തത് നിയമത്തിന് കീഴിലുള്ള ഒരു കുറ്റം മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്തതായി സെഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ സ്വാഭാവികമായും നോക്കിയാൽ ഒരു കുറ്റം ആദ്യമായി FIR ഇട്ട് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് വരുന്നത്. സ്ഥലം മജിസ്ട്രേറ്റ് എന്തു ചെയ്യും? തൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണോ എന്ന് ആദ്യം നോക്കുമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ്. തൻ്റെ പരിധിയിൽ പെടുന്നതല്ലെങ്കിൽ പുള്ളി എന്തു ചെയ്യും? അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കൊടുക്കാൻ പറ്റുന്നതാണോ നോക്കും. ആദ്യം ജാമ്യം കൊടുക്കാനാണെങ്കിൽ അപ്പം തന്നെ ജാമ്യം ആൾക്കാരുണ്ടെങ്കിൽ അനുവദിക്കും. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് ഈ കേസ് റിമാൻഡ് ചെയ്യും. ജില്ലാ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്താൽ പിന്നെ ജാമ്യം മൂവ് ചെയ്യേണ്ടത് അവിടെയാണ്. നോക്കൂ, നിയമത്തിന് കീഴിലുള്ള ഒരു കുറ്റം മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്തതായി സെഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ്, പ്രത്യേക കോടതിയിലേക്കല്ല. കൽപ്പറ്റയിൽ നിന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം സ്വീകരിച്ച നടപടിയുടെ അടിസ്ഥാനത്തിൽ ഷാജഹാനും മറ്റും എന്നുള്ള കേസ് ഇങ്ങനെയാണ് തീരുമാനമെടുത്തത്. എന്താണ്? നേരെ SC/ST ആക്ട് പ്രകാരം ഒരു കേസെടുത്ത് മജിസ്ട്രേറ്റിന് കൊടുത്താൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? സെഷൻ കോടതിയിലേക്ക് അയക്കണം. സ്പെഷ്യൽ കോടതിയിലേക്കല്ല അയക്കേണ്ടത്. സ്പെഷ്യൽ കോടതിയിലേക്ക് അയക്കുന്നത് സെഷൻസ് കോടതിയാണ്. ചില സെഷൻസ് കോടതികൾ മുൻകൂട്ടി ഒരു ഉത്തരവങ്ങ് ഇറക്കും. പോക്സോ കേസുകൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, സ്പെഷ്യൽ കോടതിയിലേക്ക് കൊടുത്താൽ മതി. SC/ST കേസുകൾ സെഷൻസ് കോടതിയിലേക്ക് തരേണ്ടതില്ല, എവിടെ കൊടുത്താൽ മതി? സ്പെഷ്യൽ കോടതിയിലേക്ക് കൊടുത്താൽ മതി എന്ന് മുൻകൂട്ടി ഒരു ഉത്തരവ് ജില്ലാ കോടതികൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നേരെ സ്പെഷ്യൽ കോടതിയിലേക്ക് അങ്ങ് പോകും. പക്ഷേ ശരിയായ നിയമ നടപടി ഈ പറഞ്ഞതാണ്. എന്താണ്? സ്പെഷ്യൽ കോടതികളിലേക്കുള്ള കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നാൽ അത് നേരെ എങ്ങോട്ടാണ് അയക്കണം?
സെഷൻസ് കോടതിയിലേക്ക് അയക്കണം. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലേക്ക് അയക്കണം. അതിനുശേഷം അവരാണ് സ്പെഷ്യൽ കോടതിയിലേക്ക് അയക്കുന്നത്. അത് കൽപ്പറ്റയിൽ നിന്നുള്ള കേസാണ്. ഷാജഹാനും മറ്റും, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഷാജഹാൻ എന്നാണ് ആ കേസിൻ്റെ പേര്. അതിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞത്, ഏത് സ്പെഷ്യൽ കോടതിയിലേക്ക് നേരിട്ട് പോകേണ്ടതില്ല, ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിൽ പോകണം, അതിനുശേഷം സ്പെഷ്യൽ കോടതിയിലേക്ക് പോകണം. ഇത് നമ്മൾ ചെയ്യേണ്ടതല്ല, പോലീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അടുത്ത് നിയമത്തിൻ്റെ വകുപ്പ് 3(1)G പ്രകാരം, അവിടെ ജി എന്ന് തിരുത്തണം. പുസ്തകമുള്ളവർ 45-ാമത്തെ പേജ് നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ 3(1)G എന്ന് തിരുത്തണം. അപ്രകാരമുള്ളൊരു കുറ്റം നടന്നതിന് എതിരായി ഒരു കേസ് എടുക്കാമെങ്കിൽ പരാതിയിൽ ഒരു പട്ടികജാതി വർഗ അംഗത്തിനെതിരെ അയാളുടെ ഭൂമിയിൽ നിന്നോ അയാളുടെ വീട്ടിൽ നിന്നോ അയാളുടെ പരിസരത്ത് നിന്നോ അയാളുടെ ഭൂമിയിലെ അവകാശത്തിൽ നിന്നോ വീട്ടുപരിസരത്തിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളമെടുക്കുന്നതിൽ നിന്നോ മുഴുവൻ ഒഴിവാക്കപ്പെട്ടതായ ഒരു കുറ്റം ഉൾപ്പെട്ടിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? 3(1)G പ്രകാരം ഒരു കേസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെ വേണം? അയാളുടെ ഭൂമിയിൽ നിന്നും പരിസരത്ത് നിന്നും അവകാശങ്ങളിൽ നിന്നും വീട്ടുപരിസരത്തിൽ നിന്നും വെള്ളമൊടുക്കുന്നതിൽ നിന്നും അയാളെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ 3(1)G പ്രകാരം കേസെടുക്കാൻ പറ്റൂ. അപ്പം 3(1)G എന്താണെന്ന് ഇവിടെ മനസ്സിലായല്ലോ. ഒരാളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ 3(1)G പ്രകാരം കേസെടുക്കാം. അയാളുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ 3(1)G പ്രകാരം കേസെടുക്കാം. അയാളുടെ മറ്റവകാശങ്ങളിൽ നിന്ന് തടഞ്ഞാൽ 3(1)G പ്രകാരം കേസെടുക്കാം. വീട്ടുപരിസരത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ 3(1)G പ്രകാരം കേസെടുക്കാം. അയാൾ പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ തടഞ്ഞാൽ 3(1)G പ്രകാരം കേസെടുക്കാം. ഇത് KK തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് ഇങ്ങനെ പറഞ്ഞത്. KK തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 3(1)F. 3(1)Fൽ പറയുന്ന കുറ്റമായി കണക്കാക്കണമെങ്കിൽ പരാതിയിൽ ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗത്തിന് യോഗ്യതയുള്ള ഒരധികാരം അനുവദിച്ച് നൽകിയതോ സ്വന്തമായുള്ളതോ അനുവദിച്ച് നൽകപ്പെട്ടതോ ആയ ഭൂമി തെറ്റായി കൈവശപ്പെടുത്തിയതായിരിക്കും. അപ്പം 3(1)F പ്രകാരം കേസ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പട്ടികജാതിക്കാരൻ്റെ ഭൂമി, അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ ഭൂമി, അദ്ദേഹത്തിന് കൊടുക്കാൻ മാറ്റിയിട്ട ഭൂമി മറ്റൊരാൾ തെറ്റായി കൈവശപ്പെടുത്തിയാൽ 3(1)F പ്രകാരം കേസെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കൃഷി ചെയ്യുകയോ അത് രേഖാമൂലം ആരോപണം ഉന്നയിച്ചതോ ആയിരിക്കണം. അതും KK തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് പറഞ്ഞത്. അപ്പോൾ പട്ടികജാതിക്കാരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് 3(1)F പ്രകാരമാണ് CST ആക്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. IPC പ്രകാരം കേസെടുക്കാൻ പറ്റുമോ? ട്രസ്പാസിന് മാത്രമേ കേസെടുക്കാൻ പറ്റൂ. അല്ലാതെ ഭൂമി കയ്യേറിയാൽ സിവിൽ കേസേ എടുക്കാൻ പറ്റും. SC/ST ആക്ട് പ്രകാരം എനിക്ക് കേസ് വേണ്ട വക്കീലെ, എൻ്റെ ജാതി അറിയും എന്ന് പറഞ്ഞാൽ പിന്നെ സിവിൽ കേസേ ഉള്ളൂ. SC/ST ആക്ട് പ്രകാരം കേസ് 3(1)F പ്രകാരം ഒരു കേസ് കൊടുത്താൽ ഭൂമി തിരിച്ചു കിട്ടുമോ? കിട്ടും. സിവിൽ കേസ് പ്രകാരം കൊടുത്താലും ഭൂമി തിരിച്ചു കിട്ടും. പക്ഷേ സിവിൽ കേസ് പ്രകാരം കേസ് കൊടുത്താൽ ശിക്ഷ കിട്ടത്തില്ല. 3(1)F പ്രകാരം കേസ് കൊടുത്താൽ ശിക്ഷ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അടുത്തത്, ക്രിമിനൽ കേസുകളിൽ സാധാരണയായി കുറ്റക്കാരൻ അല്ലെന്ന് കണ്ട് വെറുതെ വിടൽ തീർപ്പാക്കുമ്പോൾ അത് വ്യാജമെന്നോ ശല്യം ചെയ്യുന്ന വിവരങ്ങളുടെ അല്ലെങ്കിൽ കേസ് കൊടുത്തോ ആണെന്ന നിഗമനം എടുക്കാൻ കഴിയില്ല. ക്രിമിനൽ കേസ് SC/ST ആക്ട് പ്രകാരം കേസെടുത്തു, മൊഴി അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് കേസ് തള്ളിപ്പോയി. പക്ഷേ അതൊരു വ്യാജ കേസായി പരിഗണിക്കാൻ കഴിയില്ല. കാരണം എന്താ? തെളിവില്ലാത്തതുകൊണ്ട് ശിക്ഷിച്ചില്ലെന്നേ പറയാൻ പറ്റും. അതും പറഞ്ഞത് എന്താണ്? KK തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ്.
അതും ശല്യം ചെയ്തതാണെന്നോ നടപടികളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് കെ തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത്. ഈ നിയമത്തിൻ്റെ വകുപ്പിൻ കീഴിൽ ഒരു പ്രവൃത്തി ഒരു സ്വകാര്യ സ്ഥലത്ത് സംഭവിച്ചതായി ആരോപിക്കപ്പെട്ടാൽ പോലും അത് പൊതു കാഴ്ചയിൽ പെടുന്നതാണെങ്കിൽ 3(1) പ്രകാരം കുറ്റമായി കണക്കാക്കാം. നമ്മളെന്താ പറഞ്ഞേ? ഇപ്പോൾ രാഘവൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നമ്മൾ ചെന്നു, ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റുകാരൻ ചെന്നു, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബുകാരൻ ചെന്നു. അപ്പോൾ അത് അയാളുടെ പ്രോപ്പർട്ടിയാണ്, പബ്ലിക് പ്രോപ്പർട്ടിയല്ല. പക്ഷേ അവിടെ നിന്ന് പബ്ലിക്കിന് അത് കേൾക്കുകയും കാണുകയും ചെയ്യാം. ഇറ്റ് ഈസ് ഇൻ ദ പബ്ലിക് വ്യൂ. The incident happened in a private place, but in a public view. പൊതുജനങ്ങൾക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാവുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നതെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയായി കണക്കാക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, കോക്പിറ്റിൽ വെച്ച് ഹെലികോപ്റ്ററിൻ്റെ അല്ലെങ്കിൽ എയ്റോപ്ലെയിനിൻ്റെ കോക്പിറ്റിൽ വെച്ചൊരു സംഭവം നടന്നത് പബ്ലിക് പ്ലേസായി കണക്കാക്കില്ല. കാരണം എന്താ? പൊതുജനങ്ങൾക്ക് കേൾക്കുകയോ കാണുകയോ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. അതാണ്. അപ്പോൾ നമ്മൾ SC/ST ആക്ട് പ്രകാരം ഒരു കേസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇത്. എന്താണ്? പബ്ലിക് വ്യൂവിലാണ് നടന്നതെന്ന് പറയാം. എങ്ങനെ? എന്നെ അപമാനിച്ചു, പൊതുജനം കാർക്കെ അപമാനിച്ചു എന്ന വകുപ്പ് ആ സെക്ഷൻ ചേർക്കണമെങ്കിൽ എന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന് പറയണം. പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്ലേസ് ആണെങ്കിൽ പോലും പബ്ലിക് വ്യൂ ആണെങ്കിൽ അതെന്തായി? പബ്ലിക് പ്ലേസ് ആയി. ഓക്കെ, അടുത്തത് മുൻകൂർ ജാമ്യം. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മുൻകൂർ ജാമ്യം എന്ത് ചെയ്യത്തില്ല? അനുവദിക്കത്തില്ല. ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കുറ്റകൃത്യം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുവദിക്കാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ ഇപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ലായിരിക്കണം. വകുപ്പ് 18 പ്രകാരമുള്ള നിരോധനം പോലീസ് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്ന് മാത്രം പരിഗണിച്ച് മറികടക്കാവുന്നതല്ല. എന്നാൽ കുറ്റം നടന്നത് സംബന്ധിച്ച് പരാതിക്കാരൻ്റെ ആരോപണങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം ജാമ്യം പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. SC/ST ആക്ട് ചാർജ് ചെയ്താൽ മുൻകൂർ ജാമ്യമില്ല. 15 ദിവസം മിനിമം അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് ജാമ്യ അപേക്ഷ കേൾക്കുമ്പോൾ എന്തു വേണം? പരാതിക്കാരനെ ഭാഗം കേൾക്കണം. ആര് കേൾക്കണം? ജാമ്യം കൊടുക്കുന്ന ജഡ്ജി കേൾക്കണം, ജില്ലാ ജഡ്ജി കേൾക്കണം. അപ്പോൾ ജില്ലാ ജഡ്ജി അപ്പോൾ എങ്ങനെ കേൾക്കുന്നത്? അപ്പോൾ ഉദാഹരണത്തിന് SC/ST ആക്ട് പ്രകാരം ഒരു കേസെടുത്തു, അതിൻ്റെ ജാമ്യാപേക്ഷ കൊടുത്താൽ ഡി ഫാക്ടോ കംപ്ലൈൻറ്റിന് പരാതിക്കാരന് നോട്ടീസ് അയക്കണം. എവിടെ നിന്ന്? കോടതിയിൽ നിന്ന്. നോട്ടീസ് അയച്ചാൽ പരാതിക്കാരന് കിട്ടി എന്നതിൻ്റെ അക്നോളജ്മെൻറ്റ് കാർഡ് തിരിച്ച് കോടതിയിലെത്തണം. കോടതിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒരു SC പട്ടികജാതി വർഗ്ഗക്കാരൻ്റെ വീട്ടിലേക്ക് കോടതിയിൽ നിന്നൊരു കത്ത് കിട്ടിയാൽ അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ എല്ലാ വീട്ടിലെയും എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എടുത്ത് അവിടെങ്കിലും വെച്ചേക്കും. കിട്ടിയാൽ പിറ്റേ ദിവസം തന്നെ മിക്കവാറും കോടതി കേസുണ്ടാകും കേട്ടോ. അങ്ങനെ വെച്ചിരുന്നാൽ എന്ത് ചെയ്യും? അവിടെ കേസ് വിളിക്കും, നമ്മുടെ വക്കീൽ ഹാജരായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഹാജരായിട്ടില്ല, ജാമ്യം അനുവദിക്കും. ഇല്ലെങ്കിൽ നമ്മളെന്തോ ചെയ്യും? ഇതെടുത്ത് അലമാരയെ വെച്ചേക്കും. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ആർക്ക് കൊണ്ട് കൊടുക്കും? ഒരു നേതാവിന് കൊണ്ട് കൊടുക്കും. നേതാവ് കുറച്ച് നാളത് ശരി പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കും. അവസാനം അയാൾക്ക് ജാമ്യം കിട്ടിയാൽ പോയതിന് ശേഷമായിരിക്കും ഇതവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ജാമ്യം കിട്ടിപ്പോയില്ല. അപ്പോൾ ഞാനെന്താ പറഞ്ഞു തന്നേ? ഇന്ന് SC/ST ആക്ട് പ്രകാരം ഒരു കേസിന് പരാതിക്കാരന് കോടതിയിൽ നിന്നൊരു കത്ത് വന്നാൽ അതൊരു ബെയിൽ ആപ്ലിക്കേഷനാണ്. അടിയന്തരമായി ആ കോടതിയിലേക്ക് ഒരു വക്കീലിനെ കാണണം.
കണ്ടിട്ട് നമ്മൾ ജാമ്യത്തിനെ എതിർക്കുന്ന ഡിഫൻസ്, നമ്മുടെ ഡിഫൻസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അവിടെ പറയണം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ ഞാനിവിടെ ഒരു കേസിൽ അന്നിങ്ങനെ ഹാജരായിരുന്നു. 15 ദിവസത്തിന് ശേഷമാണ് നോട്ടീസ് കിട്ടുന്നത്. നോട്ടീസ് കിട്ടിയിട്ട് ചെന്ന് നമ്മുടെ ഡിഫൻസ് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഫയലാക്കുന്നതിന് വേണ്ടി സമയം വേണമെന്ന് പറഞ്ഞു. സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 3-4 ദിവസം കൂടെ കിട്ടി. 3-4 ദിവസം കൂടെ കിട്ടിയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? 3-4 ദിവസം കൂടെ അയാൾ അകത്ത് കിടന്നു. അകത്ത് കിടന്നപ്പോൾ ഇവർ വക്കീലിനെ മാറി. ആ വക്കീൽ വാദിച്ചത് കൊണ്ടാണ് ജാമ്യം കിട്ടാത്തത്. അതുകൊണ്ട് വേറൊരു വക്കീലിനെ വെച്ചപ്പെടുത്തതിന് ഇദ്ദേഹം ചെയ്ത് എന്താണെന്നറിയാമോ? ബെയിൽ ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടില്ലാത്ത കുറച്ച് വാദഗതികളും കൂടി പുതിയ വക്കീൽ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വാദങ്ങളൊന്നും നിലവിലെ ബെയിൽ ആപ്ലിക്കേഷനിൽ ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സിനെ വളച്ചൊടിച്ചതാണ്. കോടതിയിൽ പ്രതികൾ എല്ലാ കാര്യങ്ങളും കോടതിയെ ധരിപ്പിക്കാതെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സപ്രഷൻ ഓഫ് എ റെലവൻറ്റ് മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറഞ്ഞ ഒരു നിയമ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെലവൻറ്റ് ഫാക്റ്റൊക്കെ സപ്രസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടെ ഹാജരാക്കണം, അതിനും കൂടി നമുക്ക് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? വീണ്ടും ഒരു 15 ദിവസം കൂടെ അയാളകത്ത്. എത്രയായി? 34 ദിവസം അകത്ത്. 34 ദിവസം അകത്ത് കിടന്നപ്പോഴത്തേന് നമ്മുടെ ഇര മരിച്ചു. അപ്പോഴേക്കും അറ്റംപ്റ്റ് മർഡർ വരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ പോലീസ് വിളിച്ചു, ഹാജരായി. നമ്മൾ പറഞ്ഞു എന്താണ്? ഇര മരിച്ചുപോയി, അതുകൊണ്ട് വകുപ്പ് ഓൾട്ടർ ചെയ്യണം. 307 എന്നുള്ളത് 302 മാറണം. അതുകൊണ്ട് വകുപ്പ് ഓൾട്ടർ ചെയ്യണം, ജാമ്യം കൊടുക്കാൻ പാടില്ല. ഓക്കെ, അത് കേട്ടതോടുകൂടി അവർ അവിടുത്തെ ബെയിൽ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തുകൊണ്ട് എന്നിട്ട് ഹൈക്കോടതി വന്നപ്പോഴും ആദ്യത്തെ നടപടികളൊക്കെ നടക്കണ്ടേ? നോട്ടീസ് അയക്കണം, 15 ദിവസം കഴിയണം, നമുക്ക് നമ്മുടെ ഡിഫൻസ് കേട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെ പോയാലും ശരി 10-90 ദിവസത്തിൽ കൂടുതൽ നമുക്ക് അദ്ദേഹത്തിനെ അകത്ത് കിടത്താം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നോട്ടീസ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കറ്റിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ പറ്റാമോ എന്ന് എന്താണെന്നറിയാമോ? അന്ന് തന്നെ അയാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ വ്യക്തികൾ എന്താണ് കോടതിയിൽ നിന്നും വരുന്ന ബെയിൽ ആപ്ലിക്കേഷൻ ആണോ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അന്ന് രാവിലെ തന്നെ വക്കീലിനെ ഏൽപ്പിച്ച് വക്കാലത്ത് ഫയൽ ചെയ്യിപ്പിച്ച് എനിക്ക് എൻ്റെ ഡിഫൻസ് പറയാൻ അവസരം വേണം, എഴുതി തരാൻ അവസരം വേണമെന്നെങ്കിലും മിനിമം പറയാനൊരു സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല, മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അത് വേറെ കാര്യം. ജാമ്യാപേക്ഷ അന്ന് തന്നെ പരിഗണിക്കും, അങ്ങ് പോവും. ജംഷീർ AV വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന കേസിലാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? നോട്ടീസ് അയക്കണം, ഡിഫാക്ടോ കമ്മിളിനെ കേൾക്കണം, ഡിഫാക്ടോ കമ്മിളിൻ്റെ വിശദീകരണം കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബെയിൽ പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ അരമണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്നൊരാളിപ്പോൾ വന്നിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ VC. അപ്പോൾ നമ്മൾ സാധാരണ അരമണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. 9:30 നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 10:10 നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് കേസ് നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നാളെയും 9:30 വരിക. 9:30 വന്നാൽ പുസ്തകമുള്ളവർ പുസ്തകത്തിൻ്റെ 47-ാമത്തെ പേജാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 47-ാമത്തെ പേജ് നോക്കിക്കൊണ്ടുവരണം.